നിലപാടുകൾ ഒരുപക്ഷെ ഈ ഘട്ടം വരെ പുറത്തെത്തിയ വാർത്തകളെ മുഴുവൻ ശരിവെക്കുന്ന തരത്തിലേക്കുള്ള പ്രതികരണങ്ങളാണ് തോമസ് ഉണ്ണിയാടൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് വിധിപ്പകർപ്പിൽ മാണിക്കെതിരെ പരാമർശമില്ല, അതുകൊണ്ട് മാണി രാജിവെക്കേണ്ടതില്ല, മാണിക്കെതിരെ സമ്മർദ്ദം ചെലുത്തിയാൽ അത് നടക്കില്ല എന്ന നിലപാട്, എന്ന ഭീഷണിയുടെ സ്വരം തന്നെയാണ് കേരള കോൺഗ്രസിൽ രൂപപ്പെട്ടിരിക്കുന്നതെന്ന് കേരള കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ചീഫ് വിപ്പ് കൂടിയായ തോമസ് ഉണ്ണിയാടൻ്റെ വാക്കുകളിലൂടെ പുറത്തെത്തുന്നു. ഇപ്പോൾ സെബാസ്റ്റ്യൻ പോൾ എത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾക്കായി. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഇന്നലെ മാണി പറഞ്ഞത് വിധിപ്പകർപ്പ് പഠിച്ച ശേഷം കാര്യങ്ങൾ പറയുമെന്ന്, നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട് എന്ന് തോമസ് ഉണ്ണിയാടൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലായി. താങ്കൾ കേട്ടിരിക്കുമല്ലോ അത്? തീർച്ചയായിട്ടും ഒരു രാത്രി മുഴുവൻ മാണി അത് വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷമായിരുന്നു ഈ പ്രതികരണം വന്നിരിക്കുന്നത്. അതെ. പക്ഷേ ഇന്നലെ പീപ്പിൾ ടിവിയിൽ നടന്ന ചർച്ചയിൽ ഞാൻ ഈ ആശങ്ക പ്രകടിപ്പിക്കുകയുണ്ടായി. മാണി തനിച്ച് രാജിവെച്ച് പോവുക എന്നൊരു വിഷയം ഉണ്ടാവില്ല. മാണി പുറത്തു പോകേണ്ടി വന്നാൽ താൻ ഇരിക്കുന്ന വഞ്ചി മുക്കിയിട്ട് മാത്രമേ അദ്ദേഹം പുറത്തേക്ക് പോവുകയുള്ളൂ. അതുകൊണ്ട് മാണിയുടെ ഇപ്പോഴത്തെ ഈ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറഞ്ഞാൽ അംഗബലത്തിന്റെ, അതാണല്ലോ ഈ മാണിയുടെ ഒരു മേൽക്കൈ എന്ന് പറയുന്നത്. ഉമ്മൻചാണ്ടി ബലഹീനനാകുന്നതും അക്കാരണം കൊണ്ട് തന്നെയാണ്. നേരത്തെ ഗണേഷ് കുമാറിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ വിശ്വനാഥിന്റെ കയ്യിൽ നിന്നോ ഒക്കെ രാജി വാങ്ങിച്ചിട്ടുള്ള ഉമ്മൻചാണ്ടിക്ക് ഇപ്പോഴും സാധിക്കാത്തതിന്റെ കാരണം അടക്കം. അപ്പൊ ഉമ്മൻചാണ്ടിക്ക് കാര്യം അറിയാത്തത് കൊണ്ട് അദ്ദേഹം നിസ്സഹായനാണ്. ആ നിസ്സഹായാവസ്ഥ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? മാണിക്ക് ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല, കാരണം അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അദ്ദേഹം അത് അറിയുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും. അതുകൊണ്ട് നമ്മളൊക്കെ ആശങ്കപ്പെട്ടിരുന്നത് പോലെ മാണി സ്വമേധയായി രാജിവെച്ച് പോവില്ല, രാജി ആവശ്യപ്പെട്ടാലും പോവില്ല. പിന്നെ ഉമ്മൻചാണ്ടിക്കുള്ള ഓപ്ഷൻ ഗവർണറെ ഉപദേശിക്കുക, ഇദ്ദേഹത്തെ പിരിച്ചുവിടുന്നതിന്. ആ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ UDF മന്ത്രിസഭയുടെ പതനം കൂടി കണ്ടതിന് ശേഷം മാത്രമേ മാണി അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയുള്ളൂ. അല്ലെങ്കിൽ പണ്ട് AK ആന്റണി ചെയ്തതുപോലെ രാജിവെക്കുക, ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും നമുക്കത് പ്രതീക്ഷിക്കാനുമാവുമോ ഈ ഘട്ടത്തിൽ? അത് ആന്റണി ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ കരുണാകരൻ ആയിരുന്നെങ്കിൽ പോലും അത് നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു. ഉമ്മൻചാണ്ടിയിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കരുത്. കാരണം പണ്ട് രാജിവെക്കാതിരുന്നത് എത്രയോ നന്നായി എന്ന് ഇപ്പോഴും പറയുന്ന ഉമ്മൻചാണ്ടിയിൽ നിന്ന് നമ്മൾ രാജി എന്ന രണ്ടക്ഷരം പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. തീർച്ചയായും. യഥാർത്ഥത്തിൽ കോടതി ഇന്നലെ പറഞ്ഞതിലെ വാക്കുകൾ, അതായത് മാണി രാജിവെക്കണമെന്ന ഏറ്റവും പുതിയ, സെബാസ്റ്റ്യൻ പോൾ ദയവായി തുടരുക, അതായത് മാണി രാജിവെക്കണം എന്ന നിലപാടിലേക്ക് മുസ്ലിം ലീഗ് എത്തിയിരിക്കുന്നു. അനൌദ്യോഗികമായ ചർച്ചയിൽ മുസ്ലിം ലീഗ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. തീർച്ചയായും നിലപാട് കോൺഗ്രസിനെ അറിയിച്ചതായിട്ടും ആണ് വിവരങ്ങൾ. സെബാസ്റ്റ്യൻ പോൾ, കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നു. UDF കേന്ദ്രങ്ങളിൽ നിന്ന് മുസ്ലിം ലീഗ് എന്ന പ്രമുഖ കക്ഷി പോലും രാജി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടി സമാനമായ സാഹചര്യങ്ങളിലൂടെ, മറ്റൊരു വിഷയമാണെങ്കിൽ പോലും സാഹചര്യത്തിലൂടെ കടന്നുപോയ ഘട്ടത്തിൽ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചിരുന്നു. ഇതൊക്കെ മുസ്ലിം ലീഗിന് എടുത്തു കാട്ടാനുണ്ട്. അങ്ങനെയെങ്കിൽ മുസ്ലിം ലീഗ് കൂടി രാജി ആവശ്യപ്പെട്ട ഘട്ടത്തിൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഇന്നലെ രാജിവെക്കുന്നതാണ് ഉചിതമാണെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഇവിടെ മാണിയുടെ ഒറ്റയ്ക്കുള്ള നിൽപ്പിന് എന്ത് പ്രസക്തിയാണ് ശ്രീ സെബാസ്റ്റ്യൻ പോൾ ഉള്ളത്? പക്ഷെ യാതൊരു പ്രസക്തിയും അതിലില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ PC ജോർജ് മാറിയാലും ഇപ്പോൾ 8 MLA-മാരുണ്ട്. ആ 8 MLA-മാർ എവിടെ നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും മാണി കരുക്കൾ നീക്കുന്നത്. ആര് ആവശ്യപ്പെട്ടാലും ഈ ധാർമ്മികതയും മനസാക്ഷിയും നിയമവും ഒന്നും അറിയാത്ത ആളല്ല മാണി. ഇന്നലെ അദ്ദേഹം പാലാ ബിഷപ്പിനെ കണ്ടു. പാലാ ബിഷപ്പ് അദ്ദേഹത്തെ ധാർമ്മികതയെ കുറിച്ച് എന്തെങ്കിലും പറയാതിരിക്കില്ലല്ലോ. പക്ഷെ അതൊക്കെ അതിനറിയാം. പക്ഷെ ഈ 8 MLA-മാർ എവിടെ നിൽക്കും, കൂടെ നിർത്താൻ കഴിയുമോ എന്നതിനെ ആശ്രയിച്ചുള്ള, അതായത് ഏറ്റവും പുതിയ വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നത്, ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഏറ്റവും പുതിയ വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നത്, നേരത്തെ തന്നെ ഈ വാർത്തയുടെ വിവരങ്ങൾ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ നൽകിയതാണ്. അതായത് PJ ജോസഫിനൊപ്പം മോൻസ്, കുരുവിള, CF തോമസ് അടക്കം, മാണിയുടെ പക്ഷത്തുണ്ടായിരുന്ന CF തോമസ് അടക്കം ഇത്തരത്തിൽ മാണി രാജിവെക്കണം എന്നതിലേക്ക് ഒരു ചേരി രൂപപ്പെട്ടിരിക്കുന്നു. ആ ശാക്തിക ബലാബലത്തിൽ ഒരുപക്ഷെ മാണി ദുർബലമാണ് എന്ന കാഴ്ചയാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിലോ ശ്രീ സെബാസ്റ്റ്യൻ പോൾ? അല്ല, മാണി ദുർബലനാകും എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. കാരണം മാണിക്ക് മന്ത്രിസഭയിൽ തുടരാൻ കഴിയില്ല. ഉമ്മൻചാണ്ടി കരുത്ത് കാണിക്കുമോ ഇല്ലയോ എന്ന് മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. രാജിവെക്കുന്നില്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യുക എന്നത് രാജ്ഭവനിൽ നിന്ന് ഒരു കടലാസ് കഷ്ണം പുറത്തേക്ക് വന്നാൽ മതി, മാണി മന്ത്രി അല്ലാതാകും. പക്ഷെ അതിനെ നേരിടുന്നതിന് അതൊരു രാഷ്ട്രീയമായ പ്രതിസന്ധി ഉണ്ടാകുമോ ഇല്ലയോ എന്നതിനൊക്കെ ആശ്രയിച്ചിരിക്കും. അത് ഉമ്മൻചാണ്ടിയെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. തീർച്ചയായും സെബാസ്റ്റ്യൻ പോൾ പോകരുത് ദയവായി, കാരണം ചർച്ചയിൽ താങ്കൾ ഉടനീളം വേണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ കേരള കോൺഗ്രസ് നേതാവ് KJ ദേവസി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ദേവസി,
അതായത് വിധി പഠിച്ചു എന്ന് നിങ്ങൾ വിധി പഠിച്ചു എന്നാണ് മാണി ഇന്നലെ വിധി പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് പറഞ്ഞത്. നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട് എന്ന് തോമസ് ഉണ്ണിയാടിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലായി. പക്ഷേ പ്രതിയുടെ മനസാക്ഷിക്ക് വിടുന്നു ഇത്തരത്തിൽ ആരോപിക്കപ്പെട്ട ഒരാൾ, പ്രതിയായ ഒരാൾ മന്ത്രിസ്ഥാനത്ത് തുടരുന്നതിലെ ധാർമ്മികത, അത് ആ സ്ഥാനത്ത് തുടരണമോ എന്നത് ആ മന്ത്രിക്ക് തന്നെ വിടുകയാണ് എന്ന് കോടതി പറഞ്ഞ പരാമർശം മാത്രം നിങ്ങൾ പഠിച്ചിട്ട് കണ്ടില്ലേ ദേവസി? ധാർമ്മികതയുടെ പേരിൽ അല്ല ടെലിഫോൺ വ്യക്തമല്ല. ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കാനാണെങ്കിൽ നിരവധി മന്ത്രിമാർ കേരള സർക്കാരിൽ നിന്ന് രാജിവെക്കേണ്ടതുണ്ട്. ഇവിടെ ധാർമ്മികതയല്ല പ്രശ്നം. ഇത് കേരള കോൺഗ്രസിനെതിരായിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ്. ആരാണ് ആ ഗൂഢാലോചന നടത്തുന്നത്? ഇന്ന് സ്പഷ്ടമല്ലേ? കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്നുള്ള ഗൂഢാലോചനയാണ്. കേരള കോൺഗ്രസിനെ തകർക്കുന്നതിന് വേണ്ടി കേരളത്തിൽ വ്യാപകമായി ഗൂഢാലോചന നടത്തുന്നുണ്ട്. ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്ന നിലയിൽ KM മാണിയെ തകർത്താൽ കേരള കോൺഗ്രസിനെ തകർക്കാമെന്നാണ് കോൺഗ്രസ് വിചാരിക്കുന്നത്. ആ നിലയിൽ ആസൂത്രിതമായ ഗൂഢാലോചനയാണ്. കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അത് വ്യക്തമല്ല. എന്തുകൊണ്ട്? അതായത് ഉമ്മൻചാണ്ടി ഉണ്ട്, നിങ്ങളെ ഇതുവരെ പക്ഷം പിടിച്ചു നിൽക്കുന്ന ഉമ്മൻചാണ്ടി ഉണ്ട്, എതിർത്ത് നിൽക്കുന്ന VM സുധീരനുണ്ട്, ചെന്നിത്തല അടക്കമുള്ള I ഗ്രൂപ്പുകാരുണ്ട്, ഇങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഏത് കേന്ദ്രമാണെന്ന് പറയൂ ശ്രീദേവസി. കേരള കോൺഗ്രസ് എന്താണ് അതിൽ ആക്ഷേപിക്കുന്നത്? ഇവിടെ ഞങ്ങളെ തകർക്കുന്ന കാര്യത്തിൽ ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കും. ഒരേ ലക്ഷ്യമേ അവർക്കുള്ളൂ. കാരണം മന്ത്രി K ബാബുവിന് നേരിട്ട് രൂപ കൊടുത്തു എന്ന് ബിജു രമേശ് പറയുന്നു. ആ ബിജു രമേശിന്റെ വാക്കുകൾക്ക് യാതൊരു പ്രസക്തിയുമില്ലേ? എന്തുകൊണ്ട് ബാബുവിനെതിരെ ക്വിക്ക് എൻക്വയറി നടത്തിയിട്ട് തെളിവില്ല എന്ന് പറഞ്ഞു? തീർച്ചയായും ന്യായമായ കാര്യമാണ്. അതായത് ബാബുവിനെതിരെ മാത്രമല്ല, പീപ്പിൾ ടിവിയിലൂടെ തന്നെയാണ് മാണിക്കെതിരായ കാര്യങ്ങൾ ബിജു രമേശ് പറഞ്ഞിരുന്നത്. അതേ ബിജു രമേശ് പീപ്പിൾ ടിവിയിലൂടെ പറഞ്ഞു K ബാബുവിന് കൊടുത്തു, ചെന്നിത്തലയ്ക്ക് കൊടുത്തു, VS ശിവകുമാറിന് കൊടുത്തു എന്ന്. പക്ഷെ K ബാബുവിന്റെ കാര്യത്തിൽ ക്വിക്ക് വെരിഫിക്കേഷനിൽ തള്ളി. ഇതാണോ KJ ദേവസിയുടെ പരാതി? അല്ലല്ല, കേരള കോൺഗ്രസിന്റെ പരാതി. ഇത് കേരള കോൺഗ്രസിനെ പൊതുവായി സമൂഹ മധ്യത്തിൽ തകർക്കുന്നതിന് വേണ്ടി നടത്തുന്ന ആസൂത്രിതമായ ഗൂഢാലോചനയാണ്. അതുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വരുതിയിൽ നിർത്തുന്നതിനുള്ള നീക്കമാണ് നടത്തിയിരിക്കുന്നത്. ടീച്ചറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്നുള്ളൊരു പദത്തെ തുടർന്ന് വിധി വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ KM മാണിയുടെ രാജി ആവശ്യപ്പെടുന്നു എന്നുള്ളത് അവര് മുൻപ് തന്നെ ഒരുക്കിയിരിക്കുന്ന ആസൂത്രിതമായ നടപടികളുടെ തുടർ നടപടിയാണ് എന്ന് വ്യക്തമാണ്. ശ്രീ ദേവസി, അങ്ങനെയെങ്കിലും ഒരു സംശയം. അതായത് ഉമ്മൻചാണ്ടി നേരത്തെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: KP വിശ്വനാഥനോട് താൻ രാജിക്ക് ആവശ്യപ്പെട്ടിരുന്നു. ആ ഘട്ടത്തിൽ പിന്നീട് KP വിശ്വനാഥൻ കുറ്റവിമോചിതനായി. അപ്പോൾ എനിക്കിപ്പോൾ കുറ്റബോധം കൊണ്ട് സഹിക്കാനാകുന്നില്ല എന്നാണ് മാണി സാറിനെ ന്യായീകരിക്കാൻ ഉമ്മൻചാണ്ടി പരസ്യമായി പറഞ്ഞത്. അപ്പോഴോ? പരസ്യമായി പറഞ്ഞെങ്കിൽ കോൺഗ്രസ് നേതൃത്വം അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വിശ്വസിക്കണം. KPCC പ്രസിഡന്റും VD സതീശനും അത് TN പ്രതാപനും പോലുള്ള MLA മാർ. അപ്പോൾ താങ്കൾ വ്യക്തമാക്കുന്നു ഉമ്മൻചാണ്ടി പക്ഷം അല്ല, മറ്റുള്ള പക്ഷമാണ് മാണിയെ തകർക്കാൻ വേണ്ടി നിൽക്കുന്നത് എന്ന് കേരള കോൺഗ്രസിന് ബോധ്യമുണ്ട്. ശ്രീദേവസി അല്ല, ഇക്കാര്യത്തിൽ ഒരു പക്ഷമേ ഉള്ളൂ, കേരള കോൺഗ്രസിനെ തകർക്കുക എന്നുള്ള പക്ഷം. കേരള കോൺഗ്രസിനെ തകർക്കുക, ശരി, അതൊരു കാര്യം, അതവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാം ഘട്ടം, അതായത് ഇത്തരത്തിൽ വിജിലൻസിൻ്റെ പരാമർശം ശക്തമായി ഉണ്ടാകുന്നു. വിജിലൻസ് കോടതിയുടെ പരാമർശം തുടരന്വേഷണത്തെ സ്വാഗതം ചെയ്തുകൊണ്ട്, മീൻസ് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ട് ഉണ്ടാകുന്നു. അതിനെതിരെ അപ്പീൽ പോകേണ്ടെന്നായിരുന്നല്ലോ നിലപാട്. ഇത്ര ധൃതി പിടിച്ച് അപ്പീൽ പോയതും മാണിയെ കൊടുക്കാനാണോ? അങ്ങനെ കരുതുന്നുണ്ടോ കേരള കോൺഗ്രസ്? ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ അത് പുറത്തു വരുമ്പോൾ മാത്രമേ എന്തെല്ലാം ചെയ്തു എന്ന് പറയാൻ കഴിയുള്ളൂ. ഇവിടെ പരാതി കൊടുത്തിരിക്കുന്നത്, റിവിഷൻ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് വിജിലൻസ് ആണ്. ഇത് KM മാണിക്ക് എന്ത് പങ്കിരിക്കുന്നു? അവരുമായിട്ടുള്ള കോടതി നടപടികളിൽ മാത്രമാണ് പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അത് KM മാണിയുടെ ഭാഗം കേട്ടിട്ടുണ്ടോ? BJPയും CPMും CPIയും കൊടുത്ത പരാതിയെ തുടർന്നാണല്ലോ ഈ കേസ് അവിടെ വന്നത്. ശ്രീ ദേവസി, അതായത് കോൺഗ്രസിന്റെ ഗൂഢാലോചനയാണ് എന്ന് കേരള കോൺഗ്രസ് ഈ ഘട്ടത്തിൽ ആരോപിക്കുന്നുണ്ട് എങ്കിൽ അതൊരു പക്ഷേ ശക്തി പോരാ. കാരണം ഏറ്റവും പുതിയ വാർത്ത എന്താണെന്ന് അറിയണോ? ലീഗ് ഘടകകക്ഷികൾ പോലും മാണിയെ വിട്ടിരിക്കുന്നു. ലീഗ്, RSP അടക്കമുള്ളവർ മാണി രാജിവെക്കണം, അതാണ് ധാർമ്മികമായും ജനങ്ങളുടെ മുമ്പിൽ മുഖം രക്ഷിക്കാനുള്ള നടപടി എന്ന് കണ്ടെത്തിയിരിക്കുന്നു.